മുകേഷ് ഏട്ടൻ, ദിലീപ് ഏട്ടൻ്റെ ഒക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായ ടൈപ്പ് ഓഫ് ഒരു ഞാൻ കണ്ടു വളർന്ന രണ്ടാൾക്കാരാണ് സൗബിക്ക, ആസിക്ക. എനിക്ക് അങ്ങനെ ആകണമെന്ന് ആഗ്രഹം ഉണ്ടായി. ആ 3.5 വർഷം ചെയ്തുകൊണ്ടിരുന്നത് അഞ്ജലി പോലെ തന്നെ ആവരുത്. പ്രൊഡക്ഷൻ്റെ അടുത്തൊക്കെ പോയപ്പോ ഇയാളെ വെച്ചൊക്കെ പടം ഇപ്പൊ പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒരു സംസാരമൊക്കെ ഉണ്ടായി. സ്വാഭാവികമായിട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടം ഉണ്ടാവല. ഞാൻ ജീവിതത്തിൽ പോലും വിചാരിച്ചില്ല എന്റെ നായകനാക്കി ആൾക്കാർ സിനിമ ചെയ്യുന്നു. പിന്നെ അജഗജാന്തരത്തിൽ വില്ലനായിട്ടൊന്നും ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. 6-7 പേരുണ്ടായിട്ടും പിടിച്ച് പടം എനിക്ക് ഒരു ഫ്രണ്ടിൽ നടക്കണം. അപ്പൊ നമ്മള് ഇവിടെയും അവിടെയൊക്കെ പറഞ്ഞ് നോക്കുമ്പോഴാല് പന്നമരത്തിന്റെ മേളിൽ കവർ കിട്ടി വെച്ചേക്കണ താരം ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് എടുത്താൽ അല്ലെങ്കിൽ ജീപ്പ് അല്ലേ ഇത്. കഴിഞ്ഞ നോട്ടത്തിൽ കൂളിംഗ് ഗ്ലാസ് ഉണ്ടായി. ഒന്നും പ്രതീക്ഷിക്കാണ്ട് വരിക കാണുക. നിങ്ങളെ ലൈഫിൽ ആരെയും പേടിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ഈ പൊക്കോം ഇങ്ങനെ അത് തോന്നുമായിരിക്കും. കണ്ടാലോ Introducing Dazzler Eterna Blackfinity Kajal and Dazzler Eterna Kohl Definer. Embrace a cruelty-free beauty routine with the vegan Dazzler Eterna. Nourish your inner beauty. ഹലോ, മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബി വിത്ത് രമ്യയിൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സുമതി വളവിന്റെ വിശേഷങ്ങളാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് അതിലെ കുറച്ച് താരങ്ങൾ മാത്രമേ ഇന്ന് ഇവിടെ എന്റെ കൂടെ ഉള്ളൂ. ബാക്കി താരങ്ങളൊക്കെ നേരത്തെ വന്ന് ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട് പോയി. അർജുൻ, ഗോപിക, റാഫി, ശിവ. ഹലോ. പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല, നമ്മളൊക്കെ ഇപ്പൊ എത്രയോ മൂവി പ്രൊമോഷനായിട്ട് ഞങ്ങളൊക്കെ നിൽക്കുന്നതാണ്. അർജുൻ ഇപ്പൊ എല്ലാ സിനിമയിലും ഉണ്ട്. അർജുൻ ഇല്ലാത്ത സിനിമകൾ വളരെ ബാക്കിയെല്ലാം കഴിഞ്ഞോ? ബാക്കിയല്ല. ഞാൻ ബ്രേക്ക് എടുത്തിട്ട് 3 മാസം 8 മാസത്തോളം ഞാൻ ബ്രേക്കിലായിരുന്നു. അതെന്താ 8 മാസത്തെ നിങ്ങൾ ഇങ്ങനെ എല്ലാ ഇന്റർവ്യൂലും എല്ലാ പടത്തിലും ഉണ്ട് കണ്ണു കിട്ടാതിരിക്കാനായിട്ട് നമ്മൾക്കൊരു മുളകോ ആക്ച്വലി എന്താ പറയാ, ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് പതുക്കെ കുറച്ച് അധികം പടങ്ങൾ എനിക്ക് കമ്മിറ്റ്മെന്റ് ബേസിലും അല്ലാത്ത രീതിയിലൊക്കെ ചെയ്യേണ്ടി വന്നു. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ മാത്രം ചെയ്താൽ മതിയില്ല. നല്ല രീതിയിൽ സുമതി കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക് തുടങ്ങി. ആണോ? അപ്പൊ അങ്ങനെ തുടങ്ങിയ ഒരു പടമാണ് ഇപ്പൊ ചത്താപ്പച്ച. അതിലേക്ക് ആക്ച്വലി ഒരു 8 മാസത്തെ പ്രിപ്പറേഷൻ ഉണ്ടായി. 3 മാസം പടം ചെയ്യാണ്ട് ഞാൻ വീട്ടിൽ തന്നെ പരിപാടികളൊക്കെ ആയിട്ട് നിന്ന്. എന്നിട്ട് ഈ പടം ചെയ്യുമ്പോഴും ഫുൾ ഡ്രെയിൻഡ് ഔട്ടായി, ഹെൽത്ത് വൈസ് ഭയങ്കര വീക്കായി. ഞാനതാ ചോദിക്കാൻ വന്നത്. ഇപ്പൊ തന്നെ നിങ്ങളെ എല്ലാരെയും കാണും പറയാം, എല്ലാരും സിക്ക് ആയിട്ട് ഞാൻ കൊടുത്തതാ. എല്ലാ ക്രെഡിറ്റും അർജുനാണ്. ഓക്കെ. പക്ഷെ അപ്പൊ എന്താ ഞാൻ ഇപ്പോഴും പറയാൻ വന്നു വെച്ചാൽ, ഇങ്ങനെ അറിയാം പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ടയറിംഗ് ആണ്. നിങ്ങൾ രാവിലെ മുതലേ ബാക്ക് ടു ബാക്ക് കൊടുക്കുന്നു. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് അർജുനെ ഞങ്ങൾ കാണുമ്പോൾ എപ്പോഴും സെറ്റിൽ നിന്ന് ഓടിയെത്തും. ഈ പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി ഓടിയെത്തും. പ്രൊമോഷൻ തീരുമ്പോഴത്തേക്ക് അടുത്ത സെറ്റിലേക്കാണ് അർജുൻ എപ്പോഴും പോകുന്നത്. അത് വരാതിരിക്കാൻ വേണ്ടി ഈ ബ്രേക്കിന്റെ ഇടയിൽ ഇവര് റിലീസ് ഉണ്ടാവും പറഞ്ഞിട്ട് അതനുസരിച്ച് ഞാൻ പ്രിപ്പയർ ചെയ്തു. 1 മാസം കൂടി നൈസ് എടുത്ത് തള്ളിയിട്ട്. പക്ഷെ എന്തൊക്കെയോ വേറെ നമുക്ക് റിലീസിങ് തടസ്സമായി. ഇങ്ങനത്തെ അവസ്ഥ തന്നെ വരേണ്ടി വന്നു. വീണ്ടും ഇതേപോലെ വൈകായികയിലെത്തേണ്ടി വന്നു. ഓക്കെ. ഗോപിക കുട്ടി, ഞങ്ങൾക്ക് ഒരു റിലേഷനോ, ഞങ്ങൾ റിലേറ്റീവ്സും കൂടെയാണ് കേട്ടോ. ജിപിയും എന്റെ ഹസ്ബൻഡും തമ്മിൽ റിലേഷൻ ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്കും ആ കുടുംബത്തിലേക്ക് നമ്മൾ പറയാറുണ്ട്, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ റിലേറ്റീവ് ആണ്. അത് ആക്കി ചിരിച്ചതാണല്ലോ. എനിക്ക് മനസ്സിലായി. ആ സൈൻ ലാംഗ്വേജ് ഞാൻ കണ്ടു. കഴിഞ്ഞ നോട്ടത്തിൽ കൂളിംഗ് ഗ്ലാസ് ഉണ്ടായി. അതാണോ? നോക്കി ഞാൻ വെച്ചാൽ ഞാനും ഗോപിയും കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ ഒന്ന് കളിയാക്കി. ഇല്ലേ? പാവാണോ? കുട്ടിക്ക് വേണ്ടത്ര പരിചയമായില്ലേ? ഈ കളിയാക്കാണ്ടിരിക്കാൻ വേണ്ടി മുൻകൂർ പറഞ്ഞത്. ഗോപിക സീരിയലിൽ എല്ലാവരുടെയും സീരിയലിലൂടെ വന്ന എല്ലാവരുടെയും ഇഷ്ടം സാന്ത്വനത്തിലൂടെ ഭയങ്കര സ്ട്രോങ് പവർഫുൾ ഒരു ക്യാരക്ടറൊക്കെ ചെയ്ത് ഇപ്പൊ അത് കഴിഞ്ഞ് നേരെ ഫസ്റ്റ് മൂവി എന്ന് പറയുമ്പോൾ അത് ഒരു പ്രേത സിനിമ. പ്രേത സിനിമേനെക്കാളും എന്നെ അട്രാക്ട് ചെയ്തത് ഇത്രയും വലിയൊരു സിനിമ മാളികപ്പുറം കഴിഞ്ഞിട്ടുള്ള അവരുടെ വിഷ്ണു ചേട്ടൻ അഭിലാഷ് ചേട്ടന്റെ അല്ല, അതൊരു ഫാക്ടറാണ്. ഞാൻ പറയാം, വിഷ്ണു ചേട്ടൻ അഭിലാഷ് ചേട്ടന്റെ ആ കോംബോയിലെ നെക്സ്റ്റ് മൂവി. അപ്പോ അങ്ങനെ ഒരു മൂവി ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഒരു സിനിമയാണ്. അതില് കിട്ടിയത് വലിയ ഭാഗ്യം.
അതുപോലെ തന്നെ അർജുൻ ചേട്ടൻ, ബാലു ചേട്ടൻ, പിന്നെ കുറെ പേരുണ്ടല്ലോ, സൈജു ചേട്ടൻ, ശിവദ ചേട്ടന്മാരുടെ പേര് പറയാൻ പോയാലും ഒരുപാട് പേരുണ്ട്. ചേച്ചിമാരുണ്ട് കുറെ. അല്ലെ 44 ആർട്ടിസ്റ്റുകളാണോ? ഞാൻ നോക്കുമ്പോ നമ്മളെപ്പോഴും സിനിമയിലൊക്കെ കാണുന്ന സൈജു ചേട്ടൻ, നന്ദു ചേട്ടൻ, അവരുടെ കൂടെ അവരൊക്കെ കാണാൻ അധികം സ്ക്രീനൊന്നും ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവരെ കാണാനും അവരുടെ ഒരു സിനിമയിലെ ഭാഗമാവാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുള്ളത്. പക്ഷെ സീരിയലിൽ നിന്നും പെട്ടെന്നൊരു സിനിമയിലേക്ക് വന്നു. സീരിയൽ ഇപ്പൊ പറയുന്ന പോലെ കുറച്ച് പേര് മാത്രമായിട്ട്, ഇത് ഒരുപാട് ആൾക്കാരുമായിട്ട് വന്ന ഫസ്റ്റ് മൂവി എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ആ ഒരു ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ? സീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ 3.5 years ആയിട്ട് അതേ ക്യാരക്ടറിൽ അങ്ങനെ പോകുമ്പോൾ നമ്മൾ അതിനോട് യൂസ്ഡ് ആയി. ഇത് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആണ്. അപ്പൊ എനിക്ക് ആ 3.5 വർഷം ചെയ്തുകൊണ്ടിരുന്നത് അതന്നെ ആവരുത്, ലൈക്ക് ഞാൻ ചെയ്തതില് അഞ്ജലി പോലെ തന്നെ ആവരുത് എന്നൊരു ഇതുണ്ടായിരുന്നു. എനിക്കറിയില്ല അത് എത്രത്തോളം ശരിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. GP ഉണ്ടായിരുന്നെങ്കിൽ ഒരു കൗണ്ടർ ചോദിക്കായിരുന്നു. വീട്ടില് GP ഉണ്ടായിരുന്നെങ്കിൽ അതിന് കറക്റ്റ് GP ആയിട്ട് പരിചയമില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? എന്താ തഗ് ഡയലോഗ്, മാസ് ഡയലോഗ്, കൗണ്ടർ അങ്ങനെയായിരുന്നു. പ്രേത സിനിമയല്ലേ, അപ്പൊ ഇവിടെ വന്നിട്ട് പേടിച്ചോന്ന് ചോദിച്ചാൽ GP പറഞ്ഞില്ല, വീട്ടിലേ ഇതിനെ കണ്ടു ഓൾറെഡി ആണോ? അപ്പൊ GP എന്താ പറയാ, ഗോപികയുടെ ഏത് ഭാഗം കണ്ടാ പേടിച്ചിരിക്കണേ? പേടിയില്ലേ? അതെന്താ കാണിച്ചത്? എന്നാലും റാഫി ഒന്ന് കാണിച്ച് ട്രൈ ചെയ്ത് നോക്കിക്കേ. ആണല്ലേ? റാഫിയുടെ മുഖത്തൊന്ന് കൂടുതൽ കിട്ടുന്ന റിയൽ ആയിട്ടേ ഉള്ളൂ. ബീബൽസ് മോഡ് പിടിക്കാറില്ല. എന്നാൽ എപ്പോഴും റാഫിയുടെ മുഖത്തുള്ള എക്സ്പ്രഷൻ ശിവ ഒന്ന് കാണിച്ചു തന്നെ. അയ്യോ, എന്നാലും നമ്മൾക്കൊന്ന് ചെയ്യാലോ. നിങ്ങളൊക്കെ അഭിനേതാക്കളായിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു സാധനം പറയുമ്പോ ഇത്ര ചമ്മലുണ്ടോ നിങ്ങൾക്ക് ചെയ്യാൻ? വെറുതെ അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യില്ല, കളയാൻ പറ്റിയതല്ല. മൈൽ സ്റ്റോൺ ചെയ്ത് പൈസ കിട്ടിയാൽ കൊണ്ട് ചെയ്യിക്കാന്നാണ്. എന്താണ് അർജുൻ ഈ ഒരു എനർജി ലെവലിന്റെ ബാക്കിലത്തെ സീക്രട്ട്? എന്താ നമ്മൾ എനർജറ്റിക് ആവുമല്ലോ. ആണല്ലേ? എൻജോയ് ചെയ്യുന്നു. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ചെയ്യുന്ന വർക്കിനോട് അത്രയും രണ്ടാൾക്കാരാണ് സിനിമ ഫീൽഡില്. അച്ഛനെ കണ്ടിട്ടുണ്ട്, അതല്ലാണ്ട് സൗബിക, ആസിക, ഇവർ രണ്ടുപേരും വർക്ക് ചെയ്തുകൊണ്ട് ഇവരെ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന രീതി, അപ്പൊ അത് കണ്ടാണ് ഞാൻ എന്റെ തുടക്കകാലങ്ങള് വന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ ആകണം എന്ന് ആഗ്രഹം ഉണ്ടായി. അത് ആയിരുന്നുള്ളൂ. എനിക്കൊരു സ്പെഷ്യൽ ഒരു സന്തോഷമുള്ളത്, അർജുൻ ഡാൻസ് ചെയ്യുന്ന നമ്മുടെ ഫെസ്റ്റിവൽ മൂഡിലുള്ള പാട്ടുണ്ടല്ലോ, അതില് മധുചേട്ടനും എന്റെ ഹസ്ബൻഡ് നിഖിലും പിന്നെ ബ്ലൂവും കൂടെ ചേർന്നിട്ടാണ് പാട്ട് പാടിയിരിക്കുന്നത്. അപ്പൊ നിഖിൽ അതിനകത്ത് പാടിയിട്ടുണ്ട്. നിങ്ങൾ ഷൂട്ട് ചെയ്തപ്പോ അത് പാടിയിട്ടുണ്ടായിരുന്നില്ല? അതെ, അന്നേരം രഞ്ജൻ പാടിയിട്ടാണ് നിങ്ങൾ ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഇവര് പാട്ട് റെക്കോർഡ് ചെയ്തത്. അപ്പൊ ഞാനിപ്പോ വിഷ്വൽ കാണുമ്പോ എനിക്കതുകൊണ്ട് നാളെ സിനിമ കാണാൻ ഞങ്ങൾക്ക് കുറച്ചുകൂടെ സ്പെഷ്യലാണ് ഞങ്ങൾക്ക്. ഇനി നമുക്ക് ഈ പ്രേതം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ സിബ്ലിങ്സിനെയോ കസിൻസിനെയോ നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ പേടിപ്പിക്കാറുണ്ട് യൂഷ്വലി നമ്മളൊക്കെ. അങ്ങനെ തരത്തിൽ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും അങ്ങനെ പേടിപ്പിച്ചിട്ടുണ്ടോ? സ്കെയറിങ് അങ്ങനെ ഈ പൊക്കോം ഇങ്ങനെ ഒരു ചെയിൻ ഓഫ് വീഡിയോസ് ഇറക്കും. ഇഷ്ടം പോലെ ഉണ്ട്. വീഡിയോ ഉണ്ട്. വെറുതെ പോയിട്ട് കവർ ചെയ്യാനൊന്നും ലുക്കിൽ ഇങ്ങനെ മാസ് ലുക്ക് ഇട്ട് നടക്കുന്നത് കൊറേ പ്രാവശ്യം പേടിപ്പിച്ചിട്ട്. ആണോ? ഓടിച്ചിട്ട് വന്നിട്ട് അപ്പൊ അർജുൻ സ്ഥിരം എല്ലാരും പേടിപ്പിച്ചത് ഡാമിന്റെ അവിടെ കൈ വെച്ചിട്ട് ഇങ്ങനെ. അതെന്താ? ഒന്നുമില്ല, ഡാമിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇറങ്ങി നമ്മൾ നടന്ന് വെള്ളത്തിനടുത്തേക്ക് പോണ സൈഡ്
അപ്പൊ അവരവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ സൈഡിൽ കൂടി പോയിട്ട് പെട്ടെന്ന് ചാടി ഒരു 5 മിനിറ്റ് 6-7 സെക്കൻഡിലേക്ക് പേടിച്ച് വിറച്ചി. അത് സത്യം പറഞ്ഞാൽ ഞാനും പേടിച്ചു പോയി. അല്ല ഇപ്പൊ മനസ്സിലായി എനിക്ക് റാഫി നട്ടുപാതിരിക്ക് കൂളിംഗ് ഗ്ലാസ്സിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ പിടികിട്ടി. പേടി അറിയാതിരിക്കെ പേടിയുണ്ട് പേടിയുണ്ട്. ഞെട്ടലുണ്ട് ഞെട്ടലുണ്ട്. അയ്യോ, അയ്യോ. കാണുമായിരിക്കും. അപ്പൊ ഞാൻ ഈ സിനിമ, ഈ ഹൊറർ സിനിമ എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിങ്ങൾ കുറെ നാളുകളായിട്ട് കുറെ ദിവസങ്ങളായിട്ട് ഈ ഒരു ഫീലിലല്ലേ അവിടെ നിൽക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ആ ഒരു സംഭവം എപ്പോഴെങ്കിലും റാഫിക്ക് ഫീൽ ചെയ്തോ, അയ്യോ ഇവിടെ എന്തോ ഒരു സൂപ്പർ നാച്ചുറൽ എന്തോ ഒരു സംഭവം, ഇത് പ്രേതമായിരിക്കോ എന്നുള്ള ഒരു പേടി സുമതിയാണോ? അതിനുള്ളൊരു ഗ്യാപ്പ് അർജുനേട്ടൻ കൊടുക്കാറില്ല. അല്ലാണ്ട് എന്നെ റാഫിനെ ഞാൻ പറഞ്ഞു. ബാക്കി ആൾക്കാർ ബാലിച്ചേട്ടനായിട്ടുണ്ട്. ബാലുവാണ് ബാക്കി ഫുൾ ആക്ഷൻ ഇതിൽ നിൽക്കുന്നത്. അപ്പൊ അല്ല ശരിക്കും നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല? ഒരു എന്തോ ഒരു പവർ അങ്ങനെ അത്രയും പേരുള്ള അങ്ങനെ ഒരു പേടിയോ അങ്ങനെ ഒരു ഇതൊന്നും? ശരിക്കും നിങ്ങൾക്ക് പ്രേതത്തിൽ വിശ്വാസം ഉണ്ടോ? വിശ്വസിക്കാന്ന് വെച്ചാൽ പ്രേതമല്ല, എനിക്ക് ഒരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. അതൊരു എനർജി സോഴ്സ് ആണ്. അത് ഓരോ എനർജീസ് ആണ് നമുക്ക്. ഞാൻ എന്താ പറയാനെ പറ്റി അപ്പൊ അങ്ങനത്തെ ഒരു രൂപത്തിൽ ആര് രൂപത്തിലൊക്കെ ചിലപ്പോ റാഫി പോകുന്ന വഴിക്ക് കണ്ടാലോ? അല്ല റാഫി ഇവിടുന്ന് പോകുമ്പോ വഴിയില് വേണോ റാഫി മോനെ നാളെ അല്ലേ എന്റെ സിനിമ അല്ല അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അതിലൊക്കെ വിശ്വാസമുണ്ട്. പല കഥകൾ നമ്മൾക്ക് കേൾക്കാം. പേടിയാണോ? ഒറ്റയ്ക്ക് പോയില്ല പുറത്തേക്ക്? ആണോ? പേടിയുണ്ട്. എനിക്ക് അത്യാവശ്യം ചെറിയ ഇരുട്ട് പേടി പരിപാടിയൊക്കെ ഉണ്ട്. അത് പ്രേതത്തിനെ ആലോചിച്ചുകൊണ്ടാണ്. അതെന്താ ആലോചിക്കുന്നത് എനിക്ക് അറിയാൻ കാണുമ്പോ. ഗോപിക്കുണ്ടോ പേടി? എനിക്ക് സൗണ്ട് പേടിയുണ്ട്. ആണോ? അപ്പൊ ജീപ്പ് ഫുൾ ഹൈ വോളിയത്തിലൊക്കെ ജീപ്പിന്റെ ശബ്ദമൊക്കെ എന്തൊരു അത് കേട്ട് കേട്ടോ ഗോപിക്ക് പേടിയായി. സൗണ്ട് അല്ല, ഭയങ്കര ഉത്സവത്തിലെ പാട്ട് പേടി. അതൊന്നല്ല, ഇപ്പൊ ഭയങ്കര സൈലൻസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരാൾ ടോ പറഞ്ഞ അല്ലെങ്കിൽ ഇടി വെട്ടിയാലൊക്കെ ഞെട്ടും. പിന്നെ സിനിമ കാണും ഇടി വെട്ടുന്ന പോലെയല്ലേ ജീപ്പി വന്ന് ലാൻഡ് ചെയ്യുന്നത് എപ്പോഴും. ആരെങ്കിലും വഴക്ക് പറയാൻ ഒച്ച എടുത്ത് ഷൗട്ട് ചെയ്താ ഞാൻ അങ്ങനെയൊക്കെയാണ് പേടി. അല്ലാത്ത പേടികളൊന്നും. കുട്ടിക്ക് പേടിയുണ്ടോ? പ്രേതത്തിനൊക്കെ പേടിയുണ്ട്. പ്രേതത്തിനെന്നല്ല, അല്ലാണ്ട് പേടിയുണ്ട്. പ്രേത സിനിമകൾ കാണാൻ, ഇത്തരത്തിലുള്ള ഹൊറർ മൂവീസ് കാണാൻ ഇഷ്ടമാണോ? അതെനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൊറർ മൂവീസ്. ഇപ്പം ഞങ്ങള് കാരാവലിലൊക്കെ മറ്റേ ഹെറിഡിറ്ററി മ്യൂസിക് ആയിരിക്കും അല്ലേ? ഇങ്ങനെയൊക്കെ പടം വെക്കും, ഷൂട്ട് ഗ്യാപ്പ്. ഇത്ര ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവർ ഓരോ ആൾക്കാർ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഏറ്റവും ഹോണ്ടഡ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും സ്പൂക്കി ആയിട്ടുള്ള മൂവി വെക്കുക, അതിരുന്ന് ഗ്രൂപ്പായിട്ട് കാണുക. ആ ഗ്യാപ്പിന്റെ ഇടയ്ക്ക് ഇവരെ ഓക്കെ. ഗോപിക, ഇവരിങ്ങനെ ചില്ല് ചെയ്യുന്നുണ്ട്, ഇവര് ശരിക്കും കാരവനിൽ എൻജോയ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ കുറെ ഗേൾസ് ആണോ? നിങ്ങളുടെ ചില്ലിങ് ഒക്കെ എങ്ങനെയായിരുന്നു? അപ്പോ അവിടെ നമ്മള് ലൂഡോ കളിക്കും, യൂനോ കളിക്കും, പിന്നെ പിന്നെ ഇതൊക്കെ തന്നെ. ആണല്ലേ? അല്ല നിങ്ങൾ ഇവരുടെ കൂടെ കൂട്ടാത്ത കൂട്ടാത്തൊന്നുമില്ല. സെറ്റ് ലൊക്കേഷനിൽ പോകുമ്പം ഇവരുടെ കൂടെ യൂനോ ഒക്കെ കളിക്കും, ലൂഡോ ഒക്കെ നമ്മൾ ഒരുമിച്ചും കളിക്കാറുണ്ട്. പിന്നെ ഡേറ്റ്സും അങ്ങനെ ഞങ്ങക്ക് അത്രയും ഡേറ്റ്സ് അങ്ങനെ ഇല്ലായിരുന്നു. ഉള്ള സമയത്തൊക്കെ ഷൂട്ടില്ലാത്തപ്പോ നൈറ്റ് ഷൂട്ടുള്ളപ്പോഴും ഒക്കെ നമ്മൾ ഒരുമിച്ച് ഫുൾ ഫൺ ആയിരുന്നു, കളിച്ചിട്ടുണ്ട്, യൂനോ ഒക്കെ കളിച്ചിട്ടുണ്ട്. ഓക്കെ. ബാലുചേട്ടൻ പ്രേത കഥകൾ പറയാറുണ്ട്. അങ്ങനത്തെ പേടിയൊന്നും ഗോപിക്കില്ലല്ലോ. എനിക്ക് നല്ല പേടിയുണ്ട്. നിങ്ങൾക്ക് പേടിയാണ്. അപ്പൊ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ധൈര്യവാൻ ആരാ? അഭിലാഷ് അല്ല അഭിലാഷിന്റെ അപ്പൊ എന്റെ പേനയിൽ ഉണ്ടാക്കിയെടുത്ത കഥാപാത്രങ്ങളും ഇതും ഒക്കെ വെച്ചിട്ട് അഭിലാഷാണ് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു പേടിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്. പേടിയുള്ള ആള് ദൈവം. ഇപ്പൊ പള്ളി പോയേക്കാം. നാളെ രാവിലെ സുമതിയോളം കാത്തോളനെ പറയാനായിരിക്കും ഓടി പോയിരിക്കുന്നത്. പക്ഷെ ഒന്നുണ്ട്, അഭിലാഷ് അർജുന് കൊടുത്ത വാക്കാണ്. അർജുനെ വെച്ച് ഞാൻ ഒരു സിനിമ ചെയ്യും, ആ വാക്ക് ഇപ്പൊ പാലിച്ചിരിക്കുകയാണ്. അർജുൻ ഓർമ്മയുണ്ടോ? പിന്നെ
ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞില്ലായിരുന്നോ ഒന്ന്? ഞങ്ങളുടെ എന്നോട് പറഞ്ഞിട്ടുണ്ട് സുമതി വള നമുക്ക് എന്തെങ്കിലും ചെയ്യാടാന്ന് പറഞ്ഞു. എന്തെങ്കിലും ചെയ്യാന്നോ? കാരണം 2019 ഇപ്പൊ കഥ പറഞ്ഞ് ഈ പരിപാടി നടക്കാടായപ്പോ കാരണം എനിക്ക് വിഷമായി. പ്രൊഡക്ഷന്റെ അടുത്തൊക്കെ പോയപ്പോ ഇയാളെ വെച്ചൊക്കെ പടം ഇപ്പൊ പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒരു സംസാരമൊക്കെ ഉണ്ടായി. അപ്പൊ ഞാനും സ്വാഭാവികമായിട്ട് കേൾക്കുമ്പോ ഭയങ്കര ഒരു സങ്കടം ഉണ്ടാവല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാണ് ഏട്ടി പതുക്കെ ചെയ്യാ പറഞ്ഞാ ഈ പരിപാടി തന്നെ വെച്ച് ഞാൻ ചെയ്യും. ഇല്ല, അഭിലാഷ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അർജുനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യും, ഞാൻ ചെയ്യുന്നത്. നടന്നത് അപ്പൊ കണ്ടോ? അല്ല കണ്ടന്റ് സെയിം അല്ലേ? കണ്ടന്റ് സെയിം. മാസിലും പറഞ്ഞു ഞാൻ റിയലിസ്റ്റിക്കലും. ഇനി ഞാനൊരു സെഗ്മെന്റിൽ പോവാം. സെഗ്മെന്റിൽ നിങ്ങൾ വിചാരിക്കണം നിങ്ങളൊക്കെ സുമതി വളവിലെ സുമതിയാണോ ശരിക്കും? സുമതി വളവിലെ പ്രേതം എന്ന് പറയുന്ന സുമതിയാണോ? അതും പറയൂലേ? എന്തൊരു കട്ട മനസ്സാണ്. എന്നാ ശരി, ഓക്കെ, ആ ട്വിസ്റ്റ് അവിടെ നിക്കട്ടെ. ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ ആ സുമതി വളവിലെ സുമതിയാന്ന് വിചാരിക്കാം. ഓരോരുത്തരോടാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ നിങ്ങളായിട്ട് ചിന്തിക്കരുത്, ആ സുമതിയുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചിട്ട് വേണം പ്രേതമാണ് നിങ്ങൾ എന്നങ്ങ് വിചാരിക്കുക. പ്രേത സിനിമകൾ കാണാൻ ഇഷ്ടമുള്ള നിങ്ങൾക്ക്, എന്ന എല്ലാവരും ഭയങ്കര പേടിയുള്ള ആൾക്കാരാണേനും, അപ്പൊ നിങ്ങളോട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യം ചോദിക്കാം. ശിവയുടെ അടുത്ത് തുടങ്ങാം. ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് കൊണ്ടെന്ന് വിചാരിക്കുക പ്രേതങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പേരെന്തായിരിക്കും? പ്രേതം നമ്പർ 1 പറയൂ. എൻജോയ് ദ റിതം ഓഫ് പ്രേതം. എൻജോയ് ദ റിതം. റാഫി ആയിരുന്നു എന്താ ആൻസർ? എന്തെന്ന്? ഓക്കെ, അതാണ് എന്തായാലും രസം കേൾക്കാൻ. എന്നാ അതെടുക്കാം. ഓക്കെ, അപ്പൊ റാഫിയില് പോയി അത്. അടുത്ത അർജുൻ, പ്രേതലോകത്തെ നിങ്ങളുടെ ഐഡൽ ആരായിരിക്കും? അത് പറഞ്ഞപ്പോ തന്നെ അർജുനിൽ ആ ഒരു ഫീൽ അടിക്കണ്ട് ചെറുതായിട്ട്. വരണ്ട് മോനെ. താങ്കൾ ഇൻസ്റ്റാഗ്രാമിൽ, അതായത് താങ്കൾ എന്ന പ്രേതം ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് എടുത്താൽ യൂസർ നെയിം എന്തായിരിക്കും? ഗൂഗിൾ പേയോ? അല്ല, എന്തായിരിക്കും? യെസ്, നിങ്ങൾ പ്രേതമാണ്. മതി. ഒരു യൂട്ടേൺ ടെമ്പിളും. താങ്കളുടെ അല്ലല്ല, റാഫി ആദ്യമായിട്ട് ആൻസർ പറഞ്ഞത്. ഈ പ്രേതത്തിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്നാണ് അടുത്ത ചോദ്യം. എന്താണ്? ഇത്ര ഹൊറർ മൂവീസ് ഒക്കെ കണ്ടില്ലേ? ബ്ലഡ്. അപ്പൊ ഇക്കൂട്ടത്തിൽ ആരുടെ ബ്ലഡ് വേണം? അപ്പൊ ഇപ്പൊ ഈ 3 പേരുണ്ട്, ഇവരിൽ ആരുടെ വേണം? ഇവരിൽ ആരുടെ ബ്ലഡ് വേണം? റാഫിയുടെയോ? ആ പേടിത്തൊണ്ടെന്നെ വേണോ? പെട്ടെന്ന് കിട്ടുമല്ലോ. ഞാൻ രാത്രി പുറത്തിറങ്ങൂലോ. പുറത്തിറങ്ങുള്ളൂ. അതുകൊണ്ട് അർജുന്റെ എന്തായാലും കിട്ടാൻ പോണില്ല. ഗോപിക്ക് രാത്രി പേടിയുണ്ടോ? എനിക്ക് ഇരുട്ട് അങ്ങനെ പേടിയൊന്നുമില്ല. രാത്രി പേടിയുണ്ട്. ജീവിയെ ഫുൾ ടൈം കണ്ടോണ്ടിരിക്കുന്ന കുട്ടിക്ക് പിന്നെ എന്ത് പേടി? ഹൊറർ സിനിമ സുമതി വളവിൽ പോയായിരുന്നു. അല്ല, അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോ പേടിയോ? ഞാൻ ഉദ്ദേശിച്ചത് റൂമിന്ന് എനിക്ക് ഇരുട്ടത്ത് എനിക്ക് റൂമിൽ പോകാൻ പേടിയില്ല, എനിക്ക് പുറമെ ഇരുട്ടത്ത് കാട്ടി പോണ കാര്യ പറഞ്ഞ. കാട്ടി പോകാൻ പേടിയുണ്ട്. അതല്ലേ ചോദിച്ചേ. ഞാൻ വിചാരിച്ചെന്താ അറിയോ, ചേട്ടന് റൂമിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാന്ന് ഇരുട്ടത്ത്. ഡോണ്ട് അണ്ടർഎസ്റ്റിമേറ്റ് ഞങ്ങളുടെ അർജുൻ. ഞങ്ങളുടെ അർജുൻ അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അല്ല, റാഫിക്ക് ഇത് പേടിയാണെങ്കിൽ ചിലപ്പോ അതുപോലെ ആണെങ്കിലോ? അല്ല, ഇപ്പൊ അർജുൻ എന്താ പറയാൻ വന്നേ? ഗോപിക അവിടെ സുമതി വളവിന് എന്ത് പറ്റി? എന്താ പറഞ്ഞത്? പേടിച്ചു. 6-7 പേരുണ്ടായിട്ടും പേടിച്ച്. എന്നിട്ടും പേടിയായിരുന്നു. ബാലുചേട്ടനൊക്കെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റേ ഒരു പെൺകുട്ടി കരയുന്ന സൗണ്ട് ഒക്കെ സ്പീക്കറിലൊക്കെ വെച്ചിട്ട് പിന്നെ പേടിക്കാണ്ടിരിക്കുവോ? ബാലുവിനായിരിക്കും എക്ലസ് പേടി, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പേടിപ്പിച്ചോ. സ്പീക്കർ എടുത്ത് ഇങ്ങനെ പോണ വഴിക്ക് ഒരു ഫ്രണ്ടിൽ കിടക്കണം. അപ്പൊ നമ്മള് ചെന്നപ്പോഴേക്കും റേഞ്ച് പോയി. അപ്പൊ ഇത് പ്ലേ ചെയ്യാൻ പറ്റില്ല, ഷോർട്സിൽ എടുത്താ. തിരിച്ച് റേഞ്ചിൽ എടുത്ത് പോയിട്ട് നേരെ ഡൗൺലോഡ് ചെയ്തിട്ട് സ്പീക്കർ കട നടന്നില്ല പഠിച്ചത്. അപ്പൊ നോക്കുമ്പോ ഇവര് ഫ്രണ്ടിലെത്തി, നേരെ എറിഞ്ഞിട്ട് ഇങ്ങോട്ട് സൈഡിലെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങള് വെയിറ്റ് ചെയ്ത് കൂടെ പോയി
അപ്പൊ അഭിലാഷേട്ടൻ ഫുൾ ഷോ, മുട്ടൻ ഷോ. പെമ്പിള്ളേരുടെ മറ്റേ ചോറ്റാനിക്കരമ്മനെ ജത്തൊക്കെ ഇട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടാ. ഞാൻ റെഡിയാണ്, നിങ്ങൾ ആരും പേടിക്കട്ടെ, സുഖം ഇവിടെയാണ് അവിടെയൊക്കെ പറഞ്ഞ് തിരിഞ്ഞ് പെട്ടെന്ന് പുള്ളി നോക്കുമ്പോഴാച്ചാല് ഒരു പന്നമരത്തിന്റെ മേളില് കവർ കിട്ടി വെച്ചേക്കണായിരുന്നു. ഞാനും ബാലിച്ചേട്ടൻ പണ്ടാണെങ്കിൽ പേടിപ്പിക്കണ്ടല്ലോ, റെഡി ആയി നിൽക്കണേ. അപ്പൊ തിരിച്ചു വന്ന വഴിക്ക് വളഞ്ഞ സ്ഥലത്തെപ്പോഴേക്കും ബാലിച്ചേട്ടൻ പ്ലേ തുടങ്ങി. സാരം അതിന്റെ പുറകെ വേറൊരാളെ കൂടി എല്ലാരും കാര്യം പറഞ്ഞ് മനസ്സിലാക്കി എല്ലാരും പോയി. കോമഡി അവിടെ തീർന്നില്ല, സ്പീക്കർ എടുക്കാൻ തിരിച്ചു പോകണം. ആരും ഞാൻ പറഞ്ഞു എന്റെ പട്ടി വരും. ബാലിച്ചേട്ടൻ ഒറ്റക്ക് പോയി. അങ്ങനെയൊക്കെ എടുത്ത് ദിവിനും കൂടി വിളിച്ചില്ലേ. അപ്പൊ ശരിക്കും ധൈര്യവാൻ ആരും അങ്ങനെ അത്രയില്ല, എല്ലാവർക്കും ഒരു ഇത്ര പേടിയായിരുന്നു. ചിരട്ടത്ത് പോയി കഴിഞ്ഞാൽ ആർക്കെങ്കിലും പേടിയാവും. നിങ്ങൾ അവിടെ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴേ എനിക്കും ഇരുട്ടിനെ പേടിയാണ്. പക്ഷെ എനിക്ക് ഇരുട്ടിനെ പേടി എന്ന് പറയുന്നത് എനിക്ക് കള്ളന്മാരെയാണ് പേടി, അതാണ്. അല്ലാതെ ഉള്ള എനിക്ക് മനുഷ്യന്മാരെയാണ് പേടി, അല്ലാതെ ഞാൻ പ്രേതത്തിൽ വിശ്വസിക്കുന്നില്ല. ഒരു നെഗറ്റീവ് ഒരു മനുഷ്യനാണെന്നൊന്നും പറയാൻ പറ്റില്ലേ? അല്ല അയ്യോ, എന്നാലും എനിക്ക് അഭിലാഷിനെ ഇപ്പൊ കാണാൻ തോന്നുന്നു. അഭിലാഷ് ഇവിടെ ഉണ്ടാവണമായിരുന്നു. ഈ ഒരു അഭിലാഷിന്റെ വെറുതെ കയ്യിലും ഏലസും ഇവിടെ ഏലസും ചുറ്റിങ്ങനെ നടക്കണ ആള് പേടിച്ചിട്ട്. അഭിലാഷിനെ ഇനി കാണുമ്പോ ചോദിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം. പഴയ കാലത്തെ പ്രേതങ്ങളും ഇപ്പോഴത്തെ പ്രേതങ്ങളും തമ്മിലുള്ള വ്യത്യാസം, അത് ഏതെങ്കിലും ഒരു പ്രേതം ആൻസർ ചെയ്തോ. ന്യൂ ജെൻസി പ്രേതവും പണ്ടത്തെ പ്രേതവും. പണ്ടൊക്കെ ഡിപ്രസ്ഡ് അല്ലായിരുന്നു, ഇപ്പൊ ഭയങ്കര ഡിപ്രസ്ഡ് അല്ലേ? ആണോ? പ്രേതത്തിന് ഡിപ്രഷൻ ആയോ? ആണോ അല്ലേ? വന്ന് ആണോ? എങ്ങനെയാ വന്ന് പറയുന്നത്? പ്രേതമാണല്ലോ. അപ്പൊ നിങ്ങൾ ഇപ്പത്തെ ജെൻസി പ്രേതാണെന്ന് വിചാരിക്കുക. ഒന്ന് ജെൻസി പ്രേതം, ഒന്ന് സെന്റിമെന്റ്. ഓക്കെ, താങ്കൾ എങ്ങനെയാണ് ആളുകളെ പേടിപ്പിക്കുന്നത്? നിങ്ങൾ റൂം ഷെയർ ചെയ്തായിരുന്നോ കിടന്നിരുന്നത്? ആണോ? നിങ്ങൾ ഒരുമിച്ചായിരുന്നു? അപ്പൊ കൂർക്കവലി ഉണ്ടോ? കൂർക്കവലി ഇല്ല. ശിവയ്ക്ക് കൂർക്കവലി ഉണ്ടോ? ഓക്കെ, അല്ല ഞാനിത് ചോദിച്ചതാ. അല്ലാണ്ട് ഇടയ്ക്ക് ഉണ്ടാക്കുന്ന സൗണ്ടാ. ആണോ? ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഓക്കെ, അങ്ങനെയാണ് പേടിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? 10 വർഷം. 10 വർഷമായിട്ട് ഇവിടെ ഉണ്ടോ? എന്തിനു വേണ്ടിട്ട് ഇവിടെ കാത്തിരിക്കുന്നത്? സിനിമ കിട്ടാൻ. ആരുടെ രക്തത്തിന് വേണ്ടിട്ടാ കാത്തിരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, ആരുടെയും. അപ്പൊ ഇത്ര നാളായിട്ടും കിട്ടിയിട്ടില്ലേ? ഇനിയും കിട്ടിയിട്ടില്ല. ഓ, അതത് ഏത് ഗ്രൂപ്പിലുള്ള ബ്ലഡാ വേണ്ടേ? അല്ല, 10 വർഷമായിട്ട് അലഞ്ഞു തിരിഞ്ഞിട്ട് ഒരു ബ്ലഡ് പോലും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രേതത്തിന്റെ ദാരിദ്ര്യാവസ്ഥ കാരണം എന്താ പറയാ? പ്രേതലോകത്തെ പ്രേതലോകത്തെ താങ്കളുടെ കാമുകിയുടെ പേരെന്ത്? ഞാൻ സുമതി അല്ലേ? കാമുകന്റെ പേര് ഡ്രാക്കുള. ലോങ് ഡിസ്റ്റൻസാ. കാണാൻ പറ്റുള്ളൂ. ഓരോ വവാലും വരുമ്പോഴും ഞാൻ ആഗ്രഹിക്കും. സുമതിയെ കാണാൻ ഡ്രാക്കുള ചേട്ടൻ ഇതുവരെ ഇടയ്ക്കൊക്കെ വരും. ആളുകളെ പേടിപ്പിക്കാൻ പോകുമ്പോൾ ഇടുന്ന കോസ്റ്റ്യൂം ജേഴ്സി. ജേഴ്സി ഇട്ടോണ്ടാണോ ഈ പ്രേതം ഇറങ്ങുന്നത്? അതിട്ടാൽ ആൾക്കാർ ഇങ്ങനെ പേടിക്കുക. പ്രത്യേക രീതിയിലുള്ള ജേഴ്സി ആയതുകൊണ്ട് പേടിച്ചോളും. കളർ റെഡ്, ചോരയുടെ നിറം. ചോരത്തെറിച്ചറിയില്ലല്ലോ. ആളുകളെ പേടിപ്പിക്കാൻ താങ്കൾ ഉപയോഗിക്കുന്ന സൗണ്ട് എഫക്ട് അതാരാ? ഇപ്പൊ ചെയ്തല്ലോ. അത് അവൻ കേൾപ്പിച്ചു. എനിക്ക് വേറെ സൗണ്ട് ഒന്നും അറിയില്ല. അത് കറക്റ്റ്. പേടിയാണേലും ഫുൾ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ അറിയാം. ഒന്നുകൂടെ ഒന്നുകൂടെ. ആ ചിരി പ്രേതത്തിന്റെ ചിരി. ഓക്കെ, അപ്പൊ നാളെ മുതൽ നിങ്ങൾ കോളേജിലേക്കൊക്കെ ഇതിന്റെ പ്രൊമോഷൻ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ
ഓ എന്തൊക്കെ സൗണ്ട് എഫക്റ്റ് ആയിരിക്കും റാഫി പഠിച്ചിട്ട് വരാന്നറിയോ? അതൊക്കെ വന്നതാ. റാഫി പ്രത്യേകിച്ച് ഇന്ന് നമ്മള് അഭിലാഷ് പറയും നമ്മള് ഗേൾസ് കോളേജിലേക്കൊക്കെയാണ് പോണെന്ന് പറഞ്ഞാൽ റാഫി തലേദിവസം ഫുൾ ഇരുന്ന് ഓരോരോ സൗണ്ട് ഇരുന്ന് പഠിക്കായിരിക്കും. ആണോ? എന്ത് എനിക്കറിയാം. ശിവദം ശിവയാണോ? ഓക്കെ അർജുൻ, ശരിക്കും ഇതൊന്നും നമ്മൾ ഇത്രയും നേരം പറഞ്ഞു മൊത്തം ഹൊറർ പ്രേതം എന്നൊക്കെ. ആക്ച്വലി സുമതി വളവ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹൊറർ മൂവി തന്നെയാണോ? സുമതി വളവ് കംപ്ലീറ്റ് ആയിട്ട് ഹൊറർ പടമല്ല. ഓക്കെ. ആക്ച്വലി ആ പറയുന്ന സുമതി വളവ് എന്നുള്ളൊരു പോയിന്റ് അഡാപ്റ്റ് ചെയ്തിട്ട് അതാ ഒരു നാട് അതിന്റെ അപ്പുറത്തുണ്ട്, കല്ലേലി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ നാട്ടുകാര് ആ വൈകുന്നേരം 6 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഇട്ടാ പിന്നെ പുറത്തൊന്നും അധികം ഇറങ്ങുന്നില്ല. ഇറങ്ങിയാൽ തന്നെ സുമതി വളവിന്റെ സൈഡിലേക്ക് ആരും പോകില്ല. ഇതുവരെ ക്രോസ് ചെയ്തിട്ടില്ല. ക്രോസ് ചെയ്ത ഒരാൾക്കാരുണ്ട്. ഇതിന്റെ കാര്യങ്ങളൊക്കെ ചുറ്റിപ്പറ്റിയാണ് പടം കഥ ബാക്കി പറഞ്ഞു പോകുന്നത്. തിരുവനന്തപുരത്തുള്ള ശരിക്കുള്ള ഒരു സ്ഥലം തന്നെയാണ് സുമതി വളവ്. അവിടെ ഞങ്ങൾ പോയി, രാത്രിയൊക്കെ 2 വട്ടം പോയി ഞങ്ങള്. അപ്പൊ നിങ്ങൾ ശരിക്കും ആ സ്ഥലത്ത് തന്നെയാണോ ഷൂട്ട് ചെയ്തതൊക്കെ? ഇല്ല, നമുക്ക് ആ ടെറൈനിൽ ചിലപ്പോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വിഷ്വലി വരുമ്പോ നമുക്ക് അതിന്റെ ഒരു ബ്യൂട്ടി ഒക്കെ ആയിട്ട് കാണിക്കണമെങ്കിൽ കുറച്ചും കൂടി വലിയൊരു കേർബ്സ് പരിപാടി. അവിടെ ഭയങ്കര ചെറിയൊരു വളവൊക്കെയാണ്. അപ്പൊ നമ്മള് വാളയാർ ബോർഡറിലാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ ഫുൾ നമ്മള് ബാക്കി പരിപാടി കാലഘട്ടം ആയതുകൊണ്ട് കുറച്ച് റൂറൽ ആയിട്ടുള്ള ഏരിയയിലാണ് ബാക്കിയുള്ള പരിപാടികളും പിടിച്ചത്. ഓക്കെ. അപ്പൊ നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യാനും സുമതി വളവ് എങ്ങനെയാന്ന് അറിയാനായിട്ട് പോയതാണോ അവിടെ ശരിക്കും ലൊക്കേഷൻ? ഓക്കെ. പോയി രാത്രി തന്നെയാണ് നിങ്ങൾ പോയത്? വിഷ്ണു ചേട്ടൻ ഭ്രാന്താണ്. പുള്ളി രാത്രിയൊക്കെ ഇരുട്ടത്തേക്ക് കടന്നുകൊണ്ടായിരുന്നു. വിഷ്ണുവിന് പേടിയൊന്നും ഇല്ലേ? അതെനിക്ക് മനസ്സിലായി. ആദ്യം അഭിലാഷയുടെ പോണ്ടിട്ട് അഭിലാഷയുടെ പേടി ഇല്ലാതെ കാണിക്കാണ്ട് ജസ്റ്റ് 2 മുമ്പിൽ പോയി 2 നോക്കിയിട്ട് കുറച്ച് കാത്തു വെക്കും. വിഷ്ണു ഇവിടെ തിരിച്ചു 2 കൂടി ആണല്ലേ? ഓ, വിഷ്ണു ആണ് അപ്പൊ ധൈര്യശാലി കണ്ടിടത്തോളം. ഒട്ടും പേടിയില്ല. ഓക്കെ. നമുക്ക് ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ ഇപ്പൊ സൈജു ഉണ്ട്, ബാക്കി കുറേ പേരുണ്ടല്ലോ, ഇവരുടെ ഒക്കെ കഥാപാത്രങ്ങളെല്ലാം ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ളതുകൊണ്ട് എല്ലാവരും ഒന്ന് വന്നു പോവാന്നുള്ളതാണോ അതോ എല്ലാവർക്കും മേജർ ആയിട്ടുള്ള സ്പേസ് പരിപാടി കൊടുത്തിട്ടുണ്ട്. കഥയില് പ്രാധാന്യമുള്ള സ്പേസ് കൊടുത്തിട്ട് എഴുതിയിട്ട് തന്നെ വെച്ചേക്കുന്ന ഓരോ ക്യാരക്ടേഴ്സ്. നമ്മൾ പണ്ട് കണ്ട പടങ്ങളില്ലേ, അതിപ്പോ പിന്നെയും കാണാൻ കൊതിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ പടം ചെയ്തേക്കുന്നത്. അതിന് പേര് ഞാൻ വിട്ടുപോയി. എനിക്ക് ഒരു പടം ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. അയ്യോ, യക്ഷിപ്പടം അല്ല ഉദ്ദേശിച്ചേ, പണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ള സിനിമകൾ. പേര് ഞാൻ വിട്ടുപോയിരുന്നു. അതിപ്പോ പണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ എത്രയോ സിനിമകളുണ്ട്. അപ്പൊ അതുപോലെ എല്ലാവർക്കും ഈക്വലി ഇമ്പോർട്ടൻസ് ഒരു പരിപാടി തന്നെയാണ്. അപ്പൊ അതിനകത്ത് ഇപ്പൊ നമ്മൾ പറയാ, ഇതിനകത്തുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു അതിനകത്തൊരു ശരിക്കും നമ്മൾ വിചാരിച്ച പാട്ടിന്റെ സീക്വൻസ് കാണുമ്പോൾ വിചാരിക്കും ഒരു മസാല ഫ്ലേവർ ഈ മൂവിക്ക് ഉണ്ടോ എന്ന് വിചാരിക്കും. മസാല പരിപാടി ഈ ഒരു പരിപാടി കുറച്ച് കൊമേഴ്ഷ്യലൈസ് ചെയ്ത് കുറച്ച് എക്സെൻട്രിക് ആയിട്ട് തന്നെയാണ് മൊത്തം പരിപാടി പോകുന്നത്. ഗോപിക, ഇനി സിനിമയിലൂടെ തന്നെയാണോ സീരിയലിലൂടെയാണോ ഞങ്ങൾ കൂടുതൽ ഇനിയും കാണാൻ പോണത്? അങ്ങനെ ഒരു പ്ലാൻ ഒന്നുമില്ല. ഞങ്ങളുടെ മനസ്സറിയുന്ന സിനിമയെ കൂടെ തന്നെ നല്ലതെന്നാ ചെയ്യും. എന്താ അങ്ങനെ ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അല്ലല്ലോ നടക്കുന്നത്. ഇപ്പൊ ഈ സിനിമ വന്നു തന്നെ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. അതൊരു ഭാഗ്യം, ദൈവാനുഗ്രഹം എന്ന് വേണം പറയാൻ. അപ്പൊ അതുപോലെ എന്താണോ നല്ലത്. ആക്ടർ നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. എന്തായാലും നല്ല പടങ്ങൾ വരും വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ ആക്ച്വലി ഇതിനകത്ത് സുമതി ആരാന്ന്? നിങ്ങൾക്കറിയാമോ? നിനക്കറിയോ? എനിക്കറിയാത്തവര് നിനക്ക് അറിയണം. ആൾക്കാരൻ അറിയില്ല. അയ്യോ, അല്ല എന്നോട് പറയൊന്നും വേണ്ട, ഞാൻ അറിയോന്നറിയാൻ ചോദിച്ചു. ഇവന്റെ ക്യാരക്ടർ പറഞ്ഞ പാൽക്കാരനാണ്, അവന്റെ അറിയാന്ന്. ഇവരെന്തൊക്കെയോ കംപ്ലീറ്റ് നമ്മുടെ അടുത്തുനിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ ഫുൾ ഹിഡൻ അജൻഡാസ് ഒക്കെയാണ് സംഭവങ്ങൾ. എന്താണ് ഗോപിക? എനിക്കറിയില്ല. അറിയില്ല ആരാണ് സുമതി എന്ന്? അഭിലാഷിന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഞാനല്ല എന്തായാലും. അല്ല. അതെ. ആണ്. അല്ല. അതെ. അല്ലെന്ന്. അല്ല. അല്ലാന്ന് ഞങ്ങൾ വെള്ളസാരി എടുത്ത സുമതിനെ കാണുമോ? വെള്ളസാരി എടുത്ത സുമതി ഇല്ല എന്നാണ് അഭിലാഷേട്ടൻ പറഞ്ഞത്. പക്ഷെ ഒരു ആനിമേഷൻ ഇടക്ക് കാണിക്കേണ്ടത് ഒരു ആനിമേഷൻ ഫ്ലാഷ് ബാക്ക് പോകുമ്പോ ചെറിയ വെള്ളസാരി വരുന്നുണ്ട്. ഇത്രയും കാലം തന്നെ പറഞ്ഞേ വെള്ളസാരി കാണിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ പ്രീമിയർ കണ്ടുകൊണ്ടിരിക്കപ്പെട്ടത്. ഇതിപ്പോ ആള് ഉറപ്പാണ് അഭിലാഷേട്ടൻ ഇറങ്ങിയിട്ട്. അഭിലാഷിന്റെ ഒരു കാര്യം ഇല്ലാന്ന് പറഞ്ഞാൽ അതൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. അപ്പോ അഭിലാഷ് ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അഭിലാഷിന്റെ കഥാപാത്രത്തിന് ശരിക്കും ഇതേപോലെ അതോ ഒരു പ്രോമിനന്റ് റോളുള്ള ഗിരിയേട്ടൻ പ്രോമിനന്റ് റോള്. അപ്പൊ അദ്ദേഹം ഞാനും പലിച്ചേട്ടൻ സംസാരിക്കുകയാണെങ്കിൽ
ഒരാവശ്യമുള്ള ഡയലോഗ് അഭിലാഷ് സത്യം റൈറ്റർ ആണല്ലോ എന്താ എന്ത് ചേർക്കാന്നുള്ള ഒരു അഹങ്കാരം ആൾക്കുണ്ട്. അഭിലാഷേട്ടൻ വേണം. വേണ്ടായിരുന്നു, അതാ ചോദിച്ചത്. എനിക്ക് കൂടുതൽ ഇത് പറയാമായിരുന്നു. എന്താ അറിയോ, ബാലിച്ചേട്ടൻ പ്രിവ്യൂ കണ്ടിട്ട് ഇതേ എടാ സീൻ കണ്ടപ്പോ അഭിനയിച്ചപ്പോ വലിയ പ്രശ്നം ഉണ്ടായില്ല, പക്ഷെ ഇടക്കിടക്ക് അഭിലാഷന്റെ ആവശ്യത്തിന്റെ ഓരോ ഡയലോഗ് പറയണ്ടല്ലോ. എന്തിനാണ് ഞാൻ എഴുതിയതാണ്. അതാ അടിക്കടിക്ക് അഭിലാഷ് തന്നെ എഴുതി അഭിലാഷിന് തന്നെ പ്ലേസ് ചെയ്ത് ഇങ്ങനെ വരുന്നു. ഇനിയിപ്പോ അഭിലാഷ് ഡയറക്ടർ കൂടെ ചെയ്യുന്ന അടുത്ത സിനിമകളൊക്കെ വരിക. അപ്പോൾ മൊത്തത്തിലൊരു അഭിലാഷ്മയമായിരിക്കും അവിടെ ഇവിടെ എവിടെ തിരിഞ്ഞാലും അഭിലാഷ് പിള്ളൈ. പിള്ളൈ. ആ ഒരു മയം തന്നെയായിരിക്കും. മഞ്ഞളും ചന്ദനും ചേർന്ന് അഭിലാഷ് പിള്ളൈ. എന്തായാലും ഫുൾ ഓൺ ആയിട്ട് തന്നെ ഇരിക്കട്ടെ.